എല്ലാം എഴുതി വെക്കണം, എല്ലാം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം കുറച്ച് ഗ്രാമർ പാട്ടാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച വൊക്കാബുലറിയുടെ റിവിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ചെറിയൊരു ടെസ്റ്റ് പോലെ നടത്താം. ഇപ്പൊ നമുക്ക് മൊഡാൽസ് എന്ന് പറയുന്ന നമ്മുടെ സിലബസിലുള്ള കണ്ടന്റിലേക്ക് കയറാം. ഓക്കെ, മൊഡാൽസ് ഉണ്ട്, ഇൻഫിനിറ്റീവ്സ്, അതേപോലെ തന്നെ ജെറൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ മൊഡാൽസ് ആയിരിക്കും കാണുക. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത് വെർബിൽ നിന്നാണ്. നമ്മൾ വെർബ് അവിടെ പഠിച്ചു, പാർട്സ് ഓഫ് സ്പീച്ചിൽ പഠിച്ചു, വെർബ് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വെർബിനെ പറ്റി, വെർബ് ഇത്ര അല്ല ഉള്ളത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ വെർബിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ. ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ്, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, യെസ്. വെർബിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബാണ്. ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, സ്കൂളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അതിലോട്ട് വരാം. ദെൻ മെയിൻ വെർബ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്ലേ, സീ, ലുക്ക്, ആ ടൈപ്പ് വെർബും അത് മെയിൻ വെർബും. അതേപോലെ തന്നെ ഈ വെർബിനുള്ള മറ്റൊരു ജോലിയാണ് വെർബിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സെന്റൻസിൽ സഹായിക്കുന്ന വെർബുകളുണ്ട്, അവരാണ് ഓക്സിലറി വെർബുകൾ. അപ്പൊ അതിനകത്ത് മുഖ്യമായിട്ട് വരുന്ന രണ്ട് കേസുകളാണ്, രണ്ടാൾക്കാരാണ് അവര്, മൊഡാൽസും അതേപോലെ തന്നെ പ്രൈമറി ഓക്സിലറി വെർബ്സും. രണ്ടിന്റെ എക്സാമ്പിൾസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കി, മൊഡാൽസിനകത്ത് വരുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്ന ക്യാന്, കുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, ഔട്ട് ടു, ഈ വക സാധനങ്ങളാണ് മൊഡാൽസിനകത്ത് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രൈമറി ഓക്സിലറി വെർബ്സിനകത്ത് വരുന്നതാണ് ബി, ഡു. ആ ഡു കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട് കേട്ടോ, അത് പോയതാ. ബി, ഡു, ഹാവ് തുടങ്ങിയവ. ബി എന്ന് പറയുമ്പോൾ അത് ഒരു അംബ്രല ടേമാണ്, എന്ന് വെച്ചാൽ അതിന്റെ കീഴിൽ കുറെ സംഭവങ്ങളുണ്ട്, നമ്മൾ കേൾക്കുന്ന, നമുക്കറിയാവുന്ന. ബി എന്നൊന്നും കേട്ട് പേടിക്കേണ്ട. ബി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വെയർ, ഇത് ചേരുന്നതാണ്. അതേപോലെ ഫയലും ബുക്കുകളൊക്കെ ഉണ്ട്. ഒന്ന് മുട്ടിയാവോ? മൈക്ക് ഓൺ ആണ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ സാമാർ, വാസ്, വെയർ, ബീയിങ്, ഇതൊക്കെയാണ് ഈ ബീയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അത് എന്താണ്? ഒരു ടൈപ്പ് വെർബാണ്. എന്ത് വെർബ്? ഓക്സിലറി വെർബ്സ് ആണ്. എന്തിനാ അത് ഉപയോഗിക്കുന്നത്? ആ വെർബിന് അതിനകത്തെ മെയിൻ വെർബിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെർബ്സ് ആണ് ഇവ, ഈ സാമാർ, വാസ്, വെയർ ഒക്കെ. ഓക്കെ, അത് ഓരോ ടെൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈസ് ഏത് ടെൻസിൽ ഉപയോഗിക്കണം, വാസ് ഏത് ടെൻസിൽ ഉപയോഗിക്കണം, ഓക്കെ, അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതെല്ലാം ഈ ഓക്സിലറി വെർബ്സിൽ, പ്രൈമറി ഓക്സിലറി വെർബ്സിൽ വരുന്നതാണെന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ഡു, ഡു, ഡിഡ്, ഡസ്, ഡണ്. ഈ ഡൺ പറയണമെന്നില്ല, ഡു, ഡിഡ്, ഡസ്, ഇതെല്ലാമാണ് ഇതിൽ ഡൂവിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ഹാവ്, ഹാവ്, ഹാസ്, ഹാഡ്, അതിന്റെ എല്ലാം നെഗറ്റീവും വരും. ഹാവൻഡ്, ഹാസ് നോട്ട്, ഹാഡ് നോട്ട്, ഇതെല്ലാം ഏതിൽ വരും? പ്രൈമറി ഓക്സിലറി വെർബ്സിനകത്ത് വരും. ഓക്കെ, അപ്പോൾ വെർബിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ഓക്സിലറിയും മെയിൻ വെർബും. ഇങ്ങനെ ഒന്നും ക്വസ്റ്റ്യൻ വരത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഒരു സംഭവം പഠിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് അതിന്റെ ഒറിജിനൽ എന്ന് പഠിക്കണ്ടേ, അതിന്റെ ഇൻസെപ്ഷൻ എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ക്വസ്റ്റ്യൻ എന്തെങ്കിലും മൊഡാൽസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചോദിക്കുക. അത് തന്നെ അതിനകത്ത് നമുക്ക് സെന്റൻസ് കറക്ഷൻ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഒരു മൊഡാൽ കഴിഞ്ഞിട്ട് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ടെൻസോ ഒക്കെ തരും വെർബിന്റെ. പക്ഷെ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇത് പഠിക്കുമ്പോൾ, കണ്ടന്റ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം വെർബിനെ രണ്ടായിട്ട് തിരിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്നതാണ് ഓക്സിലറി വെർബ്സിനകത്ത് വരുന്നതാണ് എന്ത്? മൊഡാൽസും അതേപോലെ തന്നെ പ്രൈമറി ഓക്സിലറി വെർബ്സും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഇതിനകത്ത് തന്നെ മൊഡാൽസ് ആണ്. നമുക്ക് മൊഡാൽസിലേക്ക് പോകാം. അപ്പൊ മൊഡാൽസിനെ പറ്റി പഠിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ടേബിൾ ഉണ്ട്.
ഓക്കെ ഓക്കെ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കി. മോഡാൽ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ സിംപ്ലി മോഡാൽസ് ആർ ഹെൽപ്പിംഗ് വെർബ്സ് ദാറ്റ് എക്സ്പ്രസ് നെസസിറ്റി, പോസിബിലിറ്റി, എബിലിറ്റി, പെർമിഷൻ ഓർ ഒബ്ലിഗേഷൻ. ഓക്കെ, ആവശ്യങ്ങള്, പോസിബിലിറ്റി എന്താണ്, ചാൻസസ്, ദെൻ എബിലിറ്റി കഴിവുകള്, പെർമിഷൻസ്, ദെൻ ഒബ്ലിഗേഷൻസ് കടമകള്. ഓക്കെ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൊഡാൽസ് യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ. ഓക്കെ, they do not change form based on the subject and are followed by the base form of the main verb. എന്ന് പറഞ്ഞാൽ എന്താണ്, they do not change form. അത് ഫോം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്സിന് പഠിക്കും. അതായത് വെർബിന് നമുക്ക് എസ് ഫോംസ് ഉണ്ട്. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതായത് സിംഗുലർ നൗണ് ചേർത്താണ് പറയുന്നതെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. he plays എന്നേ പറയാൻ പറ്റുള്ളൂ. they play, he plays അല്ലെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ എസ് ചേർക്കേണ്ട വരും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മാറ്റം മൊഡാൽസിനകത്ത് ഇല്ല. ക്യാൻ എന്നുള്ളത് ഒരിക്കലും ക്യാൻസ് എന്നാവില്ല. ഹി ക്യാൻ തന്നെയാ പറയുന്നത്, ദേ ക്യാൻ എന്നാ പറയുന്നത്. അല്ലാണ്ട് ഹി വരുമ്പോ ക്യാൻസ് എന്നോ ഹി വരുമ്പോ മെയ്സ് എന്നോ ഒന്നും പറയത്തില്ല. അതാണ് ദേ ഡു നോട്ട് ചേഞ്ച് ഫോം എന്ന് പറയുന്നത്. അവരുടെ ഫോം ഒന്നും മാറുന്നില്ല. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സബ്ജക്റ്റ് എന്ത് തന്നെ ആയിരുന്നാലും ഇതിന് ഫോമിന് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത് നോക്കിയേ, ദേ ആർ ഫോളോഡ് ബൈ ദ ബേസ് ഫോം ഓഫ് ദ വെർബ്. മെയിൻ വെർബിന്റെ ബേസ് ഫോം വെർബിന് നമുക്ക് പറയാം V1, V2, V3. അതിലോട്ട് നമ്മൾ വന്നിട്ടില്ല, എന്നാലും നമുക്കറിയാവുന്ന കേസാണ്. പാസ്റ്റ് ടെൻസിൽ പറയും, ED ചേർത്ത് പറയും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയും, അതേപോലെ തന്നെ ബേസ് ചേഞ്ച് ഇല്ലാണ്ട് എസ് ചേർക്കാണ്ട്. അപ്പം ഈ രീതിയിൽ ഒന്നും നമ്മൾ പറയത്തില്ല. അല്ലെങ്കിൽ ING ഫോം ചേർത്ത് പറയും, ആസ്ക്, ആസ്കിങ്. അപ്പം ഈ വക ടേംസ് ഒന്നും എവിടെ വരുന്നില്ല, മൊഡാൽസ് വരുമ്പം വരുന്നില്ല. അതിനെപ്പോഴും എന്തേ ഉള്ളൂ, ബേസ് ഫോം. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലേ, എന്താണ്, ടോക്ക്, വോക്ക്, സീ, ഇങ്ങനെയുള്ള ബേസ് ഫോം മാത്രമേ എന്തിൻ്റെ കൂടെ വരുന്നുള്ളൂ, മൊഡാൽസ് യൂസ് ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഓരോ മൊഡാൽസും നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കണം. ഓക്കെ, ഫസ്റ്റത്തെ മൊഡാൽ നോക്കി, ക്യാൻ എന്ന് പറയുന്ന മൊഡാലാണ്. ആ ക്യാന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, എബിലിറ്റി കാണിക്കാനും അതേപോലെ തന്നെ പോസിബിലിറ്റി കാണിക്കാനും. ഓക്കെ, നമ്മുടെ കഴിവ് കാണിക്കാനും ക്യാൻ ഉപയോഗിക്കും. ഐ ക്യാൻ ഡു. ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി. ഷീ ക്യാൻ സ്വിം, അവൾക്ക് നീന്താൻ കഴിയും എന്നുള്ള യൂസേജ് ഉണ്ട്. അതായത് നമ്മുടെ കഴിവ് കാണിക്കുന്നുണ്ട്, എബിലിറ്റി കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. അതിനെന്താ ഒരു എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി ഡൺ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ ബി എന്ന് പറയുന്ന ഒരു ബേസ് ഫോം ആണ് കേട്ടോ, ഒരു വെർബിന്റെ ബേസ് ഫോം ആണ്. ഞാൻ പറഞ്ഞു മൊഡാൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വെർബിന്റെ ബേസ് ഫോം മാത്രമേ വരത്തുള്ളൂ. ആ ഡൺ എന്ന് പറയുന്ന കേട്ട് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരണ്ട. ഡൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല എന്നൊന്നും ഓർക്കണ്ട. അതിന് മുന്നേ ഉള്ള ബിയുടെ തന്നെ ബേസ് ഫോം ആണ് ക്യാൻ ബി ഡൺ. ക്യാൻ ബി ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്, അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻ കഴിഞ്ഞിട്ട് ഏതാ വരുന്നത് നോക്കിയേ, കുഡ്. ഈ ക്യാന് കുഡൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സംഭവം. ഓക്കെ, കുഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റുകൾക്കാണ്. പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ക്യാനിന് പകരം കുഡ് യൂസ് ചെയ്യും. നമ്മുടെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്തോ ഒക്കെ നമുക്കൊരു റിക്വസ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നേരത്തെ പോകണം, കുഡ് ഐ ലീവ് ദ ഓഫീസ് എയർലി എന്ന് ചോദിക്കാം. അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആണ്. ക്യാൻ ഐ ലീവ് ദ ഓഫീസ് എയർലിയും ഓക്കെ ആണ്, ദാറ്റ് ഈസ് ഓൾസോ എ റിക്വസ്റ്റ്, ബട്ട്
കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ കുഡ് ഐ, അതേപോലെ തന്നെ ഈ കുഡിന്റെ സ്ഥാനത്ത് മെയ് യൂസ് ചെയ്യാം, ബട്ട് കുഡ് ഈസ് മച്ച് മോർ പൊളൈറ്റ്. കുഡ് ഐ ലീവ് ദ ഓഫീസ് എ ലിറ്റിൽ ഏർലി, അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്, അല്ലെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. അതേപോലെ തന്നെ പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ എബിലിറ്റി, ഇപ്പോഴത്തെ നമ്മുടെ എബിലിറ്റി കാണിക്കുകയാണ്, പണ്ടുണ്ടായിരുന്ന നമ്മുടെ എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ കുഡ് സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹിയർ ഹി കുഡ് റൺ ഫാസ്റ്റ് ഇൻ ഹിസ് യൂത്ത്. ഇപ്പൊ പ്രായമായിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് അയാളുടെ യൂത്തിൽ നല്ല വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിരുന്നു. ഓക്കെ, ഹി കുഡ് റൺ ഫാസ്റ്റ് ഇൻ ഹിസ് യൂത്ത്. സോ ഇസ് പാസ്റ്റ്, അയാളുടെ പാസ്റ്റിലാണ്. ഇപ്പൊ അയാൾക്ക് ആ സ്പീഡിൽ ഓടാൻ സാധിക്കത്തില്ല. സോ ഇത് അയാളുടെ പാസ്റ്റിലുള്ള ഒരു എബിലിറ്റി ആയിരുന്നു, സ്പീഡിൽ ഓടാൻ കഴിയുന്ന എബിലിറ്റി അയാളുടെ പാസ്റ്റിലായിരുന്നു. സോ കുഡ് അവിടെ പാസ്റ്റ് എബിലിറ്റി കാണിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഡ് യൂസ് ചെയ്യും. നെക്സ്റ്റ് നോക്കിയേ, മെയ്. അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പെർമിഷൻ, അതേപോലെ തന്നെ പോസിബിലിറ്റി. പെർമിഷൻ ചോദിക്കുന്ന എന്താണ്? മേ ബോറോ യുവർ ലാപ്ടോപ്പ്. ഓക്കെ, ഒരു പെർമിഷൻ ചോദിക്കുക, ഞാൻ നിന്റെ ലാപ്ടോപ്പ് ഒന്ന് എടുത്തോട്ടെ, അയാളുടെ പെർമിഷൻ ചോദിക്കുകയാണ്. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയേ. ഓക്കെ, അത് പോസിബിലിറ്റി ആണ്. ഓക്കെ, ഇനി ഒരു പോസിബിൾ, ഇറ്റ് മെയ് റെയിൻ ടുഡേ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ മെയ്യുടെ സ്ഥാനത്ത് മൈറ്റ് യൂസ് ചെയ്താലും ഓക്കെയാണ്. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേയും ഓക്കെയാണ്, ബട്ട് അതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് മൈറ്റ് വരുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇവിടെ ഇറ്റ് മെയ് റെയിൻ ടുഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മഴ പെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ യു മേ എൻറ്റർ ദ റൂം. ഓക്കെ, അത് പെർമിഷൻ തന്നെയാണ്, ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. മറ്റ് ആദ്യത്തെ കേസിൽ നമ്മൾ മേന്ന് ചേർത്ത് ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെ ആക്കി. ഇവിടെ എന്താണ്? ഒരു പെർമിഷൻ കൊടുക്കുകയാണ്, യു മേ എൻറ്റർ ദ റൂം. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞത് യു മേ ബോറോ യുവർ ലാപ്ടോപ്പ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് റിപ്ലൈ കൊടുക്കാം? യു മേ ബോറോ മൈ ലാപ്ടോപ്പ്. അത് ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. മറ്റേ നമ്മൾ പെർമിഷൻ ചോദിക്കുന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇവിടെ പെർമിഷൻ കൊടുക്കുന്നു, യു മേ ബോറോ മൈ ലാപ്ടോപ്പ്. അതേപോലെ തന്നെ യു മേ എൻറ്റർ ദ റൂം, എൻറ്റർ ചെയ്തോ പെർമിഷൻ. ഓക്കെ, ഇനി മൈറ്റ് നോക്കിയേ. മൈറ്റിനകത്ത് അതിന്റെ ഫങ്ഷൻ നോക്കിയേ, ലെസ് സർട്ടൻ. ഒരു മിനിറ്റ്, ഓക്കെ. മൈറ്റിന്റെ ഫങ്ഷൻ ലെസ് സർട്ടൻ പോസിബിലിറ്റി. അവിടെ ഒരു പോസിബിലിറ്റി തന്നെയാണ്. മേയുടെ പാസ്റ്റ് ആയിട്ടാണ് മൈറ്റ് പറയുക, അവിടെ ഒരു പോസിബിലിറ്റിയാണ്. പക്ഷെ എന്താണ്? ലെസ് സർട്ടൻ ആണ്, നമുക്ക് ഉറപ്പില്ലാത്ത ഒരു പോസിബിലിറ്റിയാണ്. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞ്, ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മെയ് റെയിൻ ടുഡേ എന്ന് പറയുന്നതിന്റെ അത്രയും ഒരു ഉറപ്പില്ലാതെയാണ് അത് പറയുന്നത്. ഓക്കെ, ഇറ്റ് മെയ് റെയിൻ ടുഡേ എന്ന് പറയുമ്പോൾ അയാൾ ഒരു പക്ഷേ ഒന്ന് നമ്മുടെ വെതറിന്റെ ഇൻഫർമേഷൻ കിട്ടിക്കാണും, അതേപോലെ തന്നെ മാനത്തൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നു കാണും, നല്ല കാറ്റടിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇറ്റ് മെയ് റെയിൻ ടുഡേ എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, നല്ല തെളിഞ്ഞ ആകാശമാണ്, എന്നാൽ പോലും പുള്ളിക്ക് അങ്ങ് തോന്നുകയാണ് ഇന്ന് ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറയാം. അതിന് അത്രയും സെർട്ടനിറ്റി ഇല്ല, അത്രയും ഉറപ്പില്ല. ഓക്കെ, ഇപ്പൊ അത് രണ്ട് തമ്മിൽ ഡിഫറൻസ് മനസ്സിലായല്ലോ. നമുക്ക് അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഉറപ്പുള്ള ഒരു പോസിബിലിറ്റി അത്യാവശ്യം, അതും ഒരു പോസിബിലിറ്റി ആണ്, വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മേ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പോസിബിലിറ്റി കുറച്ച് കുറവാണ്, നമുക്ക് അത്ര ഉറപ്പില്ല, എന്നാലും വേണം സംഭവിക്കാം, അങ്ങനെയുള്ളതിനാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മൈറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത നോക്കി, ഷാളിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ ആണല്ലേ. ഓക്കെ, ഷാൾ ഫ്യൂച്ചർ ഇന്റന്റ്, എന്താണ്? ഭാവി. ദെൻ അതേപോലെ തന്നെ പ്രോമിസ്, വാക്കുകൾ. ക്രിക്കറ്റൊക്കെ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ക്യാച്ച് എടുക്കുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ എന്ത് പറയും? ഐ ഷാൾ ടേക്ക് ദ ക്യാച്ച്. അങ്ങനെ പറയത്തില്ല മലയാളത്തിൽ.
പറയത്തില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ഷാൾ ടേക്ക് ദ ക്യാച്ച് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ഓക്കെ, ഐ ഷാൾ കം ബൈ യുവർ ഹോം ടുമോറോ, ഒരു പ്രോമിസ് കൊടുക്കുക, ഞാൻ നാളെ നിന്റെ വീട്ടിൽ വന്നോളാം. ഓക്കെ, അങ്ങനെയുള്ളിടത്താണ് ഷാൾ യൂസ് ചെയ്യുക. അവിടെ നോക്കിയാൽ ഐ ഷാൾ റിട്ടേൺ സൂൺ, ഞാൻ ഉടനെ തന്നെ മടങ്ങി പോകും. ഒരു ഫ്യൂച്ചർ ഇൻറ്റന്റ് ആണ്, ഭാവിയിലേക്കുള്ളതാണ്, ഇപ്പോഴത്തെ കാര്യമല്ല, ഭാവിയിലാണ്, ഞാൻ ഉടനെ തന്നെ പോകും, കുറച്ചുകൂടെ മുന്നോട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ഷാൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നോക്കിയാൽ ഷുഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഷുഡ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ഉപദേശം കൊടുക്കാണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഷുഡാണ്. യു ഷുഡ് ഡു ലൈക്ക് ദിസ്, യു ഷുഡ് സ്റ്റഡി വെൽ, അതൊക്കെ നല്ല ഉപദേശങ്ങളാണ്. ഓക്കെ, ഇവിടെ അഡ്വൈസ്, അതേപോലെ തന്നെ ഒബ്ലിഗേഷൻസ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കടമകൾ. ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ നോക്കി, യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. നമ്മൾ എപ്പോഴും ഒരു സംഭവം പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. കാരണം എക്സാമ്പിൾ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും, നമുക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും. ആ ഒരു എക്സാമ്പിൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്റ്റിക്കായിട്ടിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് എല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ പെരിഫറലായിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് ഒരു ഒബ്ലിഗേഷൻ കൊടുക്കുകയാണ്, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് അവിടെ, കൈൻഡ് ഓഫ് എ സജഷൻ. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്, അത് ഒരു അഡ്വൈസ് കൂടിയാണത്. പെഡസ്ട്രിയൻസ് ഷുഡ് കീപ് ടു ദെയർ റൈറ്റ് സൈഡ്. ഓക്കെ, ഒരു ഒബ്ലിഗേഷൻ ആണത്, വലതുവശം ചേർന്ന് നടക്കുക എന്നുള്ളത്. പെഡസ്ട്രിയൻസ് എന്താണ്? കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നത് പെഡസ്ട്രിയൻസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മോഡൽ വിൽ, ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ പ്രെഡിക്ഷൻസ് അതേപോലെ തന്നെ പ്രോമിസസും ഷാൾ പോലെ തന്നെയാണ്. ഓക്കെ, ഷീ വിൽ കോൾ യു ലേറ്റർ, അത് എയ്തർ ഒരു പ്രഡിക്ഷൻ ആവാം അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്ന ഒരു പ്രോമിസും ആകാം. വാട്ട് എവർ, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇറ്റ് വിൽ ഓൺലി ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വില്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ സീ യു ദെയർ, എന്താണ്, ഐ വിൽ ഗോ ടു കാശ്മീർ നെക്സ്റ്റ് വീക്ക്, എല്ലാം ഫ്യൂച്ചറിൽ നടക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വുഡ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ച കുഡിന്റെ പോലെ തന്നെ ഇവിടെ പൊളൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടി, കുഡ് പൊളൈറ്റ് റിക്വസ്റ്റ്, ഇവിടെ വുഡ് നമുക്ക് പൊളൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഐ വുഡ് സ്റ്റഡി വെൽ ഇഫ് ഐ ഹാഡ് എന്താണ് ബെറ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മെറ്റീരിയൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചേനെ. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, അവൻ്റെ നല്ല മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ട് അവൻ പഠിച്ചുമില്ല. പക്ഷെ അവൻ പറയുകയാണ് അവൻ്റെ നല്ല മെറ്റീരിയൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പഠിച്ചേനെ. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, ശരിക്കുമുള്ള സിറ്റുവേഷൻ അല്ല, പക്ഷെ ഉണ്ടാക്കിയെടുത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ. ഈ ടൈപ്പ് സെന്റൻസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ തന്നെ എക്സാമ്പിൾ നോക്കിയേ, ഐ വുഡ് ലൈക്ക് സം കോഫി, കുറച്ച് ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു, കോഫി കിട്ടിയാൽ കൊള്ളായിരുന്നു, ഒരു പൊളൈറ്റ്നെസ് ആണ്. അല്ലെങ്കിൽ കുറച്ച് കോഫി കിട്ടുമോ, ആ ഒരു രീതിയിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന പോലെ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ്, ഐ വുഡ് ലൈക്ക് സം കോഫി. പൊളൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ മസ്റ്റ് നോക്കിയേ, സ്ട്രോങ് നെസസിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കടമകൾ അല്ലെങ്കിൽ ആവശ്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മസ്റ്റ് യൂസ് ചെയ്യുക. യു മസ്റ്റ് വെയർ എ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കുന്നത്. യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ്. ഓക്കെ, നമ്മുടെ ഒബ്ലിഗേഷൻ ആണ്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻ, നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മസ്റ്റ് യൂസ് ചെയ്യും. യു മസ്റ്റ് ലൂസ് വെയിറ്റ്, അയാൾ ഒരു പക്ഷേ ഓവർ വെയിറ്റ് ആയിരിക്കും, അയാളുടെ ഹെൽത്ത് അപകടത്തിലായിരിക്കും. അങ്ങനെയുള്ളെങ്കിൽ അതൊരു സ്ട്രോങ് നെസസിറ്റി ആണ്, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോകുമായിരിക്കും. അത്രയും ഒബീസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എന്ത് പറയും ഡോക്ടേഴ്സ്? എന്ത് പറയും? യു മസ്റ്റ് ലൂസ് വെയിറ്റ് എന്ന് പറയും. ഓക്കെ, സ്ട്രോങ് ആയിട്ട് തന്നെ പറയും, അയാളുടെ ഒരു സ്ട്രോങ് നെസസിറ്റി ആണ് വെയിറ്റ് കുറയ്ക്കാനുള്ളത്. നെക്സ്റ്റ് അടുത്ത നോക്കിയേ, ഔട്ട് ടു യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്?
മോറൽ ഡ്യൂട്ടീസ്, ധാർമ്മിക കടമകൾ, അതേപോലെ തന്നെ നമ്മുടെ ഷുഡ് യൂസ് ചെയ്ത പോലെ തന്നെ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട് യൂസ് ചെയ്യുക. ഔട്ട് ടു വി ഔട്ട് ടു റെസ്പെക്ട് അവർ എൽഡേഴ്സ്. ഒരു നമ്മുടെ ഒരു കടമയാണ്, ധാർമ്മികമായ ഒരു കടമയാണ് എന്ത്, മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത്. ഓക്കെ, എല്ലാ മുതിർന്നവരെയും ബഹുമാനിക്കണ്ട, നല്ല സ്വഭാവമുള്ള മുതിർന്നവരെ ബഹുമാനിച്ചാൽ മതി. വി ഔട്ട് ടു റെസ്പെക്ട് അവർ എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കേണ്ടതാണ്, നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ അങ്ങനെയുള്ള മോറൽ ഡ്യൂട്ടീസും അതേപോലെ തന്നെ അഡ്വൈസസ് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഏത് മൊഡാലി യൂസ് ചെയ്യാം, ഔട്ട് ടു യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏറ്റവും വൃത്തിക്ക് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഓക്കെ. ഫസ്റ്റത്തെ നോക്കിയേ. ഓക്കെ, ഫസ്റ്റത്തെ ക്യാൻ ആണ്. എന്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, എന്തൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ക്യാൻ യൂസ് ചെയ്യുന്നത്? പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എബിലിറ്റീസ്, പോസിബിലിറ്റീസ്, പെർമിഷൻസ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്യാൻ യൂസ് ചെയ്യും. നിങ്ങൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ മതി. എബിലിറ്റി സൂചിപ്പിക്കുന്ന അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. ഹിയർ എബിലിറ്റി സൂചിപ്പിക്കാനായിട്ട് ഷീ ക്യാൻ സ്വിം വെരി വെൽ. നമ്മൾ ആദ്യം കണ്ട അതിനകത്ത് തന്നെ എക്സാമ്പിൾ ആണ്. ഷീ ക്യാൻ സ്വിം വെരി വെൽ. അത് അവളുടെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത പോസിബിലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കിയേ. ഇറ്റ് ക്യാൻ ഗെറ്റ് റിയലി കോൾഡ് ഇൻ വിന്റർ. ഓക്കെ, ശൈത്യകാലത്ത് അത് തീവ്ര തണുപ്പ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ഗെറ്റ് റിയലി കോൾഡ്. ഇറ്റ് ക്യാൻ. ഓക്കെ, ഇറ്റ് ക്യാൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. എന്തിന്? പോസിബിലിറ്റീസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഇറ്റ് ക്യാൻ. ഇറ്റ് ക്യാൻ ഗെറ്റ് റിയലി കോൾഡ് ഇൻ വിന്റർ. ശൈത്യകാലത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, പെർമിഷൻ. പെർമിഷൻ ആയിട്ട് നമുക്ക് ക്യാൻ എങ്ങനെ യൂസ് ചെയ്യാം? യു ക്യാൻ ലീവ് ഏർലി ടുഡേ. പെർമിഷൻ കൊടുക്കുകയാണ്, നിനക്ക് ഇന്ന് നേരത്തെ പോവാം, ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ എവിടുന്നേലും നിനക്ക് നേരത്തെ പോവാം. സോ അവിടെ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ്, റിക്വസ്റ്റ് നോക്കിയേ. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ എന്നെ സഹായിക്കാൻ കഴിയുമോ? അവിടെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത് തന്നെ നമ്മൾ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആവും. അതേപോലെ തന്നെ വുഡ് യൂസ് ചെയ്താലും പൊളൈറ്റ് ആണ്. വുഡ് യു ഹെൽപ്പ് മീ, അതും പൊളൈറ്റ് ആണ്. ഓക്കെ, ബട്ട് ബെറ്റർ കുഡ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ദെൻ ഇവിടെ അതിന്റെ തന്നെ നെഗറ്റീവ് സെന്റൻസ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐ കാനോട്ട് കം ടുമോറോ. ഓക്കെ, നാളെ എനിക്ക് വരാൻ കഴിയില്ല. ക്യാൻ നോട്ട്. ക്യാൻ കഴിഞ്ഞിട്ടാണ് നോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, കാനോട്ട്. അതേപോലെ തന്നെ നമുക്കിത് വേറെ രീതിയിലും പറയാം. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുമോറോ. എനിക്ക് നാളെ വരാൻ കഴിയില്ല. ഐ വിൽ നോട്ട് ബി ഏബിൾ. ഏബിൾ എന്ന് വെച്ചാൽ കഴിയുക എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുമോറോ. നാളെ എനിക്ക് വരാൻ കഴിയില്ല. അപ്പം ഈ സംഭവത്തിൽ നമുക്ക് സെന്റൻസ് കറക്ഷനിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഐ കാനോട്ട് ബി ഏബിൾ ടു കം ടുമോറോ. ചിലർ അങ്ങനെ യൂസ് ചെയ്തും കാണാറുണ്ട്. അവിടെ എന്തൊക്കെയാ നോക്കിയേ? കാനോട്ടും വന്നിട്ടുണ്ട്, അതേപോലെ നോട്ട് ബി ഏബിൾ ടു വന്നിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും കൂടെ ആവശ്യമുണ്ടോ ശരിക്കും? ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്നതിനെ സൂപ്പർഫ്ലോസ് എന്നാണ് പറയുക. സെയിം സാധനം രണ്ട് തവണ യൂസ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല. എയ്തർ ഐ കാനോട്ട് കം ടുമോറോ പറയുക, അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുമോറോ എന്ന് പറയുക. ഇത് രണ്ടും കൂടെ ചേർത്ത് പറയേണ്ട ആവശ്യം ഇല്ല. കാരണം ക്യാനിന്റെ അർത്ഥം കഴിയാന്നാണ്, അതേപോലെ തന്നെ ഏബിളിന്റെ അർത്ഥം കഴിയാന്നാണ്. അങ്ങനെ രണ്ട് തവണ നമ്മളത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഒരു സെന്റൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ തന്നെ ഈ സെന്റൻസസിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നു നോക്കിയേ. സബ്ജക്റ്റ് പ്ലസ് ക്യാൻ, നമ്മൾ ക്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വെർബിന്റെ ബേസ് ഫോം. ഓക്കെ, ഇവിടെ എല്ലാം നോക്കി. ഷീ ക്യാൻ സ്വിം, അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ഗെറ്റ്, യു ക്യാൻ ലീവ്, ക്യാൻ യു ഹെൽപ്പ്, എല്ലാം
വെർബിന്റെ ബേസ് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ഫോം ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാസ്റ്റ് ഫോമോ ING ഫോമോ അങ്ങനെ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ബേസ് ഫോം. ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ ചോദിക്കും? ഈ ക്യാൻ ആയിരിക്കും തുടക്കത്തിൽ വരിക. ഓക്കെ, ക്യാൻ യു ഇവിടെ കണ്ടോ, ക്യാൻ യു ഹെൽപ്പ് യു, ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമാണ്. ക്യാൻ, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്ട്, ദെൻ വെർബ്, അതിന്റെ ബേസ് ഫോം, പിന്നെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് എന്താ ചെയ്യാന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇവിടെ പ്രോജക്റ്റിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇവിടെ നേരത്തെ പോവുക എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഈ ലീവ് ഏർലി ടുഡേ എന്ന് പറയുന്നത് മൊത്തം അവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. എന്താണ് ആ സെന്റൻസിന്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസിൽ ഐ ക്യാനോട്ട്, ഇതൊന്നും ഇങ്ങനെ പഠിച്ചു വെക്കണ്ട. നിങ്ങൾ ഓർക്കേണ്ടത് ഈ നമ്മുടെ മൊഡാലിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ബേസ് ഫോം മാത്രമേ വരുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ക്യാൻ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത മൊഡാലിറ്റിയിലേക്ക് പോകാം. അടുത്ത മൊഡാലാണ് കുഡ്. അപ്പൊ കുഡ് ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്യാനിന്റെ ഫങ്ഷനാലിറ്റീസ് എല്ലാം ഇതിനും വരും. അവിടെ ക്യാനിന് ഇപ്പോഴത്തെ എബിലിറ്റി ആയിരുന്നെങ്കിൽ കുഡ് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് എബിലിറ്റി പറയും. അതേപോലെ തന്നെ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? കുഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം എക്സാമ്പിൾസ് നോക്കാം. പാസ്റ്റ് എബിലിറ്റി, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കഴിവ്. വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ 4 miles. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ദൂരം ഓടാൻ സാധിച്ചിരുന്നു. ഓക്കെ, ഒരുപാട് മൈൽസ് ഓടാൻ സാധിച്ചിരുന്നു. സോ പാസ്റ്റിലുള്ള ഒരു എബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റ്, കുഡ് യു പാസ് മീ ദ സാൾട്ട്? ഉപ്പിന്റെ പാത്രം ഇങ്ങനെ തരുമോ? ഓക്കെ, പൊളൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഒരു ടേബിൾ മാനേഴ്സ് ആണത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ടേബിളിൽ, റൗണ്ട് ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരാളോട് ചോദിക്കുമ്പോൾ കുറച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക എന്നുള്ളത് പാർട്ട് ഓഫ് എ ടേബിൾ മാനേഴ്സ്. നെക്സ്റ്റ്, പോസിബിലിറ്റി ആയിട്ട് പറയുകയാണെങ്കിലോ, ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ. പിന്നീട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. അവിടെ ഒരു പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, കണ്ടീഷണൽ സെന്റൻസസ് നമ്മൾ പഠിച്ചിട്ടില്ല, തൽക്കാലം ജസ്റ്റ് അവിടെ കിടക്കട്ടെ. എന്നാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് ഐ കുഡ് ഫ്ലൈ ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഇഫ് ഐ കുഡ് ഫ്ലൈ ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. എനിക്ക് പറക്കാൻ പറ്റുമായിരുന്നു, ഞാൻ എന്ത് ചെയ്തേനെ? ലോകം മുഴുവൻ ട്രാവൽ ചെയ്തേനെ. ഹൈപ്പോത്തറ്റിക്കൽ ആണ്, നടക്കുന്ന കാര്യമല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും സഹായം ഇല്ലാണ്ട് ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? കുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. വുഡ് യൂസ് ചെയ്താൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് മാറും. ഇവിടെ സെന്റൻസിന് സ്ട്രക്ചർ ഒക്കെ സെയിം ആണ്. സബ്ജക്ട് കുഡ് കഴിഞ്ഞാൽ എപ്പോഴും ബേസ് ഫോംസ്. ഓക്കെ, എല്ലാത്തിലും നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിലും ഇതിനകത്ത് നമ്മുടെ എബിലിറ്റി കാണിക്കാനാണെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും എന്താണ് മൊഡാല് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബേസ് ഫോം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത്രയും നേരം നമ്മൾ ഗ്രാമർ പഠിച്ചു. അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് പോസ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച വൊക്കാബുലറീസ് ഒന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ റിവൈസ് ചെയ്തപ്പോൾ ഞാൻ വായിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ തന്നെ അർത്ഥം പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷെ ഇത്തവണ റിവൈസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പം ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ രൂപത്തിൽ ഞാൻ അവിടെ 2 ടേബിളിലായിട്ട് നമ്മുടെ വൺ വേർഡ് അല്ല സിനോണിംസ്, അതിന്റെ ആൻസേഴ്സ് രണ്ടിടത്തും ക്രംബിൾഡ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട, ഞാനിത് എടുക്കാം എന്നിട്ട് പറയാം. നിങ്ങൾ പഴയ നോട്ടൊന്നും മറിച്ച് നോക്കരുത്, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാത്രം എഴുതിയാൽ മതി. പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അടുത്ത ദിവസം തന്നെ ക്ലാസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് ഇവിടെ എയ്ക്ക് ചേരുന്നത് ഈ 1 to 13 ഏതാണെന്നുള്ളത് അതിന് നേരെ എഴുതുക. നിങ്ങൾ ആ വേർഡൊന്നും എഴുതി സമയം കളയണ്ട. എയ്ക്ക് ചേരുന്നത് 2 ആണെന്നുണ്ടെങ്കിൽ എ,
ഒരു ഹൈഫൺ 2. അങ്ങനെ ഈ 13 ആൻസർ പെട്ടെന്നൊന്ന് ചെയ്തേ. ഓക്കെ, ആദ്യം ചെയ്യുന്ന കഴിയുന്നവര് അപ്പൊ തന്നെ ഹാൻഡ്സ് റൈസ് ചെയ്യാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആൻസേഴ്സ് പറയാം. ഓക്കെ, ഇപ്പം പെട്ടെന്ന് ഇതിന്റെ എല്ലാ ആൻസേഴ്സ് ചെയ്യാം. റൈറ്റ് സൈഡിലുള്ളത് ഓർഡറിലല്ല, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഓർഡറിലാക്കി ആൻസർ ചെയ്യാം. എല്ലാവരും ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് അറിയാനാണ്. അതിന്റെ പേരിൽ ഇപ്പം ആരെയും വാല്യൂ ചെയ്യുന്നൊന്നുമില്ല, കാരണം നിങ്ങൾ തന്നെയാണ് അറിയുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കുറവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യണം, നിങ്ങൾ പഠിക്കാനുണ്ട്. ഫുള്ള് ശരിയാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ വളരെ കുറച്ച് വേർഡ്സേ പഠിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് ചെയ്തോ, എല്ലാവരും ചെയ്യണേ. അങ്ങനത്തെ ഓരോ എക്സസൈസിലൂടെ നമ്മൾ പഠിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ചെയ്തു കഴിഞ്ഞോ? ഇത്ര സമയം പോരെ? നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വെറുതെ ഹാൻഡ്സ് റൈസ് ചെയ്യണം. ഒന്നും ചോദിക്കാനൊന്നും അല്ല, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്ര സമയം മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെയ്ത് കഴിഞ്ഞവര് ഒന്ന് ഹാൻഡ്സ് റൈസ് ചെയ്യാം, അല്ല നിങ്ങൾ മൈക്കോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനല്ല.
കഴിഞ്ഞില്ലേ? ആരേലും ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തേ. കഴിഞ്ഞോ ഇല്ലയോന്ന് അറിയട്ടെ. കഴിഞ്ഞ ആരേലും? ഓക്കെ, കൊള്ളാം. ഓക്കെ ഓക്കെ, കഴിഞ്ഞവരുണ്ട്. ഇല്ല, കമന്റ്സിൽ എഴുതണമെന്നില്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, സമയം പോവില്ല. ഒബ്നോക്ഷ്യസ് മീനിങ് എന്താ? പേരൂടെ ഏതാണ്? ഡിസ്കസ്റ്റിംഗ്. ഡിസ്കസ്റ്റിംഗ്. വരച്ചാൽ മൊത്തം കുളമാവും അല്ലേ? വേണ്ട, വരയ്ക്കണ്ട. ഓക്കെ, അടുത്ത ലൊക്കേഷ്യസ് എന്തായിരുന്നു? ബി. ടോക്കറ്റീവ്. ടോക്കറ്റീവ്. ബ്രാഞ്ച് ഏതായിരുന്നു? അശ്വതിക്ക് മാത്രമല്ല, എല്ലാവർക്കും പറയാം. അവരുടെ ആൻസർ ഒന്നും ഇല്ലേ? എഴുതി പഠിച്ചവരൊന്നും ഇല്ലേ? മാഗ്നിഫിസൻസ്, ഇംപ്രസീവ് അല്ലേ? ഇൻസെപ്ഷൻ എന്തായിരുന്നു? ബിഗിനിങ്. ദെൻ സ്റ്റിപ്പുലേറ്റ്, ഈ സ്റ്റേറ്റ് ക്ലിയർലി. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ശരിയാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, പ്രോളിഫറേറ്റ് എന്തായിരുന്നു? റീപ്രൊഡ്യൂസ്. വിഗറസ്, എനർജറ്റിക്. ഓക്കെ, ഈ വിഗറസ് ഒക്കെ നമ്മൾ ഓപ്ഷനിൽ നിന്ന് പഠിച്ചതാ. മെയിൻ ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, അതിന്റെ ഓപ്ഷനിൽ നിന്ന് പഠിച്ചതാണ്. ഫ്ലാറ്ററി എന്തായിരുന്നു? പ്രൈസ്, മുഖസ്തുതി. അസ്റ്റൗണ്ട്, അമേസ്, വിസ്മയിപ്പിക്കുന്നത്. കാൻഡിഡ്, ഓണസ്റ്റ്. യെസ്. ബെനവലന്റ്, പറഞ്ഞ ബെനവലന്റ് ഏതായിരുന്നു? കൈൻഡ്, കറക്റ്റ്. ബെല്ലിജറന്റ്, ഏതായിരുന്നു? അഗ്രസീവ്. ആ, അഗ്രസീവ്. നിങ്ങൾ മൈക്ക് ഓണാക്കി അങ്ങ് സംസാരിച്ചോ, ആ പാട് ഇച്ചിരി ആൾക്കാരല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് അങ്ങ് പോവാം. അലിവേറ്റ് ചെയ്യാ, ബിലീവ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ? മൊത്തം ശരിയായവരൊക്കെ ഉണ്ടോ? ശരിയായവരുണ്ടാവണം. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ ഇതിന്റെ ഒരു പാട്ടുകൂടെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഗ്രാമർ പഠിച്ചിട്ട് അതുകൂടെ ചെയ്തിട്ട് വേണം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇനി കുറച്ചുകൂടെ വൊക്കാബുലറി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കുറെ എക്സസൈസസ് ചെയ്യണം. ഓക്കെ, ആ എക്സസൈസ് ചെയ്യുമ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ കൂടെ പഠിച്ചു പോകണം. ഓക്കെ ആണല്ലോ? നമുക്ക് പഴയ മൊഡാൽസിലോട്ട് തിരിച്ചു പോവാം. നമ്മൾ ക്യാനും കുഡും കണ്ട്.
ഇനി അടുത്തത് മെയ്. മെയ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്? പെർമിഷൻസ്, പോസിബിലിറ്റീസ്, അതേപോലെ തന്നെ നമ്മുടെ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയ് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയാൽ മതി. അവിടെ പെർമിഷനായിട്ട് എങ്ങനെയാണ്? യു മേ ഗോ നൗ, എനിക്കിപ്പോൾ പോകാം. അവിടെ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെ ആക്കും. മേ ഐ ഗോ നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പെർമിഷൻ ചോദിക്കുന്നു, ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കുന്നു. വാട്ട് ആർ ദ സെനാറിയോ, നമ്മൾ പെർമിഷൻ ആണ് കൊടുക്കുകയോ ചോദിക്കുകയോ ചെയ്തിരിക്കുന്നത്. സോ പെർമിഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ പെർമിഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് നമുക്ക് മെയ് യൂസ് ചെയ്യാം. ദെൻ പോസിബിലിറ്റി കാണിക്കാം. അവിടെ ഞാൻ മെയ്യുടെ മൈറ്റിന്റെ ഡിഫറൻസ് പറഞ്ഞായിരുന്നു. എന്താണ് മെയിലും മൈറ്റിലും തമ്മിലുള്ള വ്യത്യാസം? മെയിൽ നമ്മൾ കുറച്ചും കൂടെ ഉറപ്പാണ്, ആ പോസിബിലിറ്റി കുറച്ചും കൂടെ ഉറപ്പുണ്ട്. മൈറ്റ് ആകുമ്പോൾ അത്രയും നമ്മൾ സർട്ടൻ അല്ല. ഇവിടെ ഇറ്റ് മേ സ്നോ ടുമോറോ, നാളെ മഞ്ഞ് പെയ്യുമായിരിക്കും. പോസിബിലിറ്റി. ഓക്കെ, അന്നത്തെ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കാലമായിരിക്കും, എന്നും മഞ്ഞ് വീണോണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളായിരിക്കും. അയാൾക്ക് നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാം നാളെ മഞ്ഞ് പെയ്യുമായിരിക്കും എന്നുള്ളത്. പിന്നെ സ്നോ ടുമോറോ എന്ന് അയാൾക്ക് അത്യാവശ്യം ഉറപ്പിൽ പറയാം. വളരെ റെയർ ചാൻസ് ഉണ്ട് വീഴാണ്ടിരിക്കാൻ. സോ അതുകൊണ്ടാണ് അതൊരു പോസിബിലിറ്റി ആവുന്നത്. അല്ലെങ്കിൽ അതൊരു ഉറപ്പുള്ളൊരു കാര്യമാണ്, പിന്നെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്. ഒന്നും 100% ഷുവർ ആയിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ്സ് എ പോസിബിലിറ്റി. ദെൻ ഒരു വിഷായിട്ട് എങ്ങനെ യൂസ് ചെയ്യും? മേ യു ഹാവ് എ ഹാപ്പി ലൈഫ്, മേ ഗോഡ് ബ്ലെസ് യു, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ അവിടെ മേ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വിഷ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷകരമായ ഒരു ജീവിതം ആയിരിക്കട്ടെ, അങ്ങനെയും മേ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ അതിൻ്റെ സെന്റൻസിന്റെ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്ന വെർബിന്റെ ബേസ് ഫോം ആണ്. ഓക്കെ, യു ഹാവ് ബേസ് ഫോം. സ്നോ, ഇറ്റ് മേ സ്നോ ടുമോറോ എന്ന് പറയുമ്പോൾ അത് ബേസ് ഫോം ആണ്. ദെൻ യു മേ ഗോ. ഇവിടെ ഈ സ്നോ എന്ന് പറയുന്നത് മഞ്ഞ് മാത്രമല്ല, മഞ്ഞ് പെയ്യുന്നതിന് സ്നോ എന്ന് പറയാനുണ്ട്. സ്നോയിങ്, മഞ്ഞ് പെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു നൗൺ ആയിട്ട് വെർബായിട്ട് യൂസ് ചെയ്യാറുണ്ട് സ്നോനെ. അപ്പൊ ഇവിടെ ഈ സ്നോ വെർബാണ്. ഓക്കെ, യു മേ ഗോ നൗ, ഗോ പോവുക, അതിന്റെ ബേസ് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൊഡാലിറ്റി കഴിയുമ്പോൾ ബേസ് ഫോം. ഓക്കെ, ഇവിടെ നോക്കിയതുണ്ടോ? പോസിബിലിറ്റി വിത്ത് മോർ സർട്ടനിറ്റി ദാൻ മൈറ്റ്. മൈറ്റിനേക്കാളും പോസിബിലിറ്റി, മൈറ്റിനേക്കാളും കൂടുതൽ സർട്ടനിറ്റി ഉണ്ട്, ഉറപ്പുണ്ട് ഇവിടെ മേ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പോസിബിലിറ്റിക്ക്. ഓക്കെ, അപ്പം നമ്മൾ മേ കണ്ടു. ദെൻ അടുത്തത് മൈറ്റ്. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ എക്സ്പ്രസസ് എ വീക്കർ പോസിബിലിറ്റി ദാൻ മെയ്. മെയിനേക്കാളും കുറച്ചുകൂടെ വീക്കർ ആയിട്ടുള്ള പോസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ പൊളൈറ്റ് ആയിട്ടുള്ള സജഷൻസും റിക്വസ്റ്റുകളും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? മൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, often used in the past tense of indirect speech. Indirect സ്പീച്ചിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അത് പഠിക്കാം. അപ്പോൾ അത് വിട്ടേക്കാം. നോക്കിയേ, എക്സാമ്പിൾസ് നോക്കിയേ. ഇറ്റ് മൈറ്റ് റെയിൻ ലേറ്റർ. നമ്മളവിടെ ഓർക്കേണ്ട കാര്യം അത് അത്ര ഉറപ്പുള്ള കാര്യമൊന്നും അല്ല, അത്ര സേർട്ടനൊന്നും അല്ല ആ പോസിബിലിറ്റി. ഓക്കെ, പൊളൈറ്റ് ആയിട്ടുള്ള സജഷൻസ് കൊടുക്കുന്ന എങ്ങനെയാ നോക്കിയേ. യു മൈറ്റ് വാണ്ട് ടു ട്രൈ ദ ന്യൂ റെസ്റ്റോറൻറ്റ്. നമ്മളൊരു പുതിയ റെസ്റ്റോറൻറ്റ് അയാൾക്ക് സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൈറ്റ് യൂസ് ചെയ്യാം. ഇനി ആ പുതിയ റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നുള്ളതാണ് ശരിക്കും അവിടെ അർത്ഥമാക്കുന്നത്. നമ്മളത് എങ്ങനെയാണ് എഴുതുന്നത്? യു മൈറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? യു മൈറ്റ് വാണ്ട് ടു ട്രൈ ദ ന്യൂ റെസ്റ്റോറൻറ്റ്. ഇനി ആ പുതിയ റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, അവിടെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു സജഷൻ കൊടുക്കുകയാണ്. പൊളൈറ്റ് ആയിട്ടുള്ള സജഷൻ. പാസ്റ്റിലെ പോസിബിലിറ്റി കാണിക്കാൻ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. ഷീ സെഡ് ഷീ മൈറ്റ് ബി ലേറ്റ്. അവൾ പറഞ്ഞായിരുന്നു അവള് ലേറ്റ് ആകുമെന്ന്. ഓക്കെ, അത് എന്താണ്? നമ്മുടെ ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ അല്ല, കുറച്ച് നേരം മുന്നേ ഉള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഉള്ളതാണ്. അവൾ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു, അവൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞായിരുന്നു. ഷീ സെഡ് ഷീ മൈറ്റ് ബി ലേറ്റ്. അവൾ പറഞ്ഞിട്ട് പോയി ഐ മൈറ്റ് ബി ലേറ്റ് എന്ന്. ഇവള് പറയാണ്, അല്ലെങ്കിൽ അത് വേറെ ആളോട് പറയാണ്, അവള് പറഞ്ഞായിരുന്നു ഷീ മൈറ്റ് ബി
ലേറ്റ്. ഓക്കെ, കഴിഞ്ഞു പോയി. അപ്പൊ അങ്ങനെയുള്ളതിന് എന്ത് യൂസ് ചെയ്യാം? മൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, മേ കണ്ടു, മൈറ്റ് കണ്ടു, ആദ്യം ക്യാനും കുഡും കണ്ടു. നെക്സ്റ്റ് ഓക്കെ, മസ്റ്റ്. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു സ്ട്രോങ് നെസസിറ്റി, ഒബ്ലിഗേഷൻസ്, ലോജിക്കൽ സെർട്ടനിറ്റി. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? മസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ലോജിക്കൽ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത്ര ഉറപ്പുള്ള ഒരു കാര്യമാണ്, ലോജിക്കലായിട്ട് ചിന്തിച്ച ഉറപ്പുള്ള ഒരു കാര്യമാണ് ലോജിക്കൽ സെർട്ടനിറ്റി. അതെന്തായാലും നടക്കും. ഓക്കെ, ലോജിക്കലി. സോ എക്സാമ്പിൾസ് നോക്കി. ഒബ്ലിഗേഷൻ, ഒബ്ലിഗേഷൻ സെൻസിൽ എങ്ങനെ പറയും? യു മസ്റ്റ് വിയർ എ സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് നമ്മൾ അത് ആ പഴയതിൽ കണ്ടാണ്. യു മസ്റ്റ് വിയർ എ സീറ്റ് ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. ഓക്കെ, ഷീ മസ്റ്റ് ബി അറ്റ് ഹോം നൗ. അതായത് ഒരു ലോജിക്കൽ, നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യാണ്. അവള് ഇവിടുന്ന് ഒരു 9 മണിക്ക് പോയി, അവളുടെ വീട്ടിലോട്ട് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു പറയാണ്, ഒരു 9:15 ഒരു 9:20 ആകുമ്പോൾ പറയാണ് അവളിപ്പോ എന്തായാലും വീട്ടിലുണ്ടാവണം. ഓക്കെ, ലോജിക്കലി തിങ്ക് ചെയ്താണ്, അവളുടെ വീട്ടിലോട്ട് പോകാൻ ഇത്ര സമയം മതി. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ സമയം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളിപ്പോ വീട്ടിലുണ്ടായിരിക്കണം. അങ്ങനെ പറയുമ്പോൾ എന്ത് പറയും? അങ്ങനെ അങ്ങനെ ഒരു സെൻസിൽ നമുക്ക് പറയാം ഷീ മസ്റ്റ് ബി അറ്റ് ഹോം നൗ. അവളിപ്പോ വീട്ടിലായിരിക്കും. ഓക്കെ, അത് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത, നമുക്ക് അത്ര ഉറപ്പൊന്നുമില്ല, പക്ഷെ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തപ്പോൾ നമുക്ക് തോന്നി അവൾ ഇവിടുന്ന് പോയതേ ഉള്ളൂ, പോയിട്ട് 10 മിനിറ്റ് 20 മിനിറ്റ് ആയി, വീട്ടിലുണ്ടാവണം. ഓക്കെ, അങ്ങനെ ലോജിക്കലായിട്ട് നമുക്ക് സർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മസ്റ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പ്രൊഹിബിഷൻ. ഓക്കെ, നമ്മൾ എന്തിനെങ്കിലും തടയുകയാണെങ്കിൽ അതിനെന്ത് പറയാം? യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ. ഓക്കെ, എക്സാമ്പിൾ നോക്കി. യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ. നീ ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊഹിബിഷൻ ആണ്. ഓക്കെ, തടയപ്പെട്ടിരിക്കുകയാണ്. യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്മോക്ക് ചെയ്യരുത്. ഓക്കെ, അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് യു ഷുഡ് നോട്ട് സ്മോക്കിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് എന്താ? യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ എന്ന് എഴുതി വെച്ചിരിക്കുക. യു ഷുഡ് നോട്ട് സ്മോക്ക് ഹിയർ എന്ന് പറയുമ്പോൾ ഒരു സജഷൻ കൊടുക്കുന്ന പോലെയൊക്കെയാണ്. പക്ഷെ മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോലീസ് എഴുതി വെച്ചതായിരിക്കും. ഓക്കെ, അത്രയും സ്ട്രോങ് ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ എല്ലായിടത്തും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എല്ലായിടത്തും ബേസ് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്മോക്ക് ഇവിടെ വരുമ്പോൾ ബിയർ എല്ലാം ബേസ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഇത്ര മൊഡാൽസ്, ഈ ആദ്യത്തെ 5 മൊഡാൽസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. നമ്മൾ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, അതേപോലെ തന്നെ മസ്റ്റും പഠിച്ചു. ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. അപ്പൊ ഇതുവരെ ഉള്ളത് നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് എപ്പോഴൊക്കെയാണ്, എന്ത് സെൻസിലാണ്, കാരണം എല്ലാം തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് സെൻസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ്, കാരണം നമുക്കേ അറിയത്തുള്ളൂ ആ സാഹചര്യം ഏതാണ്. നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുറച്ചുകൂടെ അതിനൊരു ഡീറ്റെയിൽ, ചുമ്മാ ജസ്റ്റ് ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ, ഇറ്റ് മേ റെയിൻ ടുഡേ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ഒരു മലയാള മീനിങ് മലയാളത്തിലാണ് നമ്മൾ പറയുന്നത്. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നമുക്കിത് രണ്ടും യൂസ് ചെയ്യാം. പക്ഷെ അവിടെ കുറച്ചുകൂടെ അതിനെപ്പറ്റി കുറച്ചുകൂടെയൊക്കെ ഒരു ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിന് എന്തേലും പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതെല്ലാം തമ്മിലുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഓരോ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത്രയും മൊഡാൽസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ പഴയ റിവിഷനിലോട്ട് പോകാം. റിവിഷന്റെ നെക്സ്റ്റ് പാർട്ട്. എല്ലാവരും ഇത് ചെയ്തേ. ഇവിടെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെട്ടെന്ന് ചെയ്തോ. 1 വേർഡ്സും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇഡിയംസും ഉണ്ട്. നമ്മൾ കുറച്ച് ഇഡിയംസേ പഠിച്ചുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തോ. എല്ലാവരും ചെയ്യണം.
അതിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാൻഡ്സ് റേസ് ചെയ്യാം. ടൈം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൻ്റെ സമയത്ത്, അതുപോലെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഒട്ടും സമയം കളയാനില്ല. എക്സാം പെട്ടെന്ന് വരും. അന്നേരം എല്ലാ എക്സാംസ് വരുമ്പോഴും എല്ലാവരും പറയുന്നതാണ് ഇച്ചിരൂടെ സമയം ഉണ്ടായിരുന്നു, നമുക്ക് പഠിക്കായിരുന്നു, ഇച്ചിരൂടെ നേരത്തെ തുടങ്ങിയായിരുന്നു പഠിക്കായിരുന്നു, ഇതുള്ള സംഭവങ്ങൾ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയാനുള്ള ഇട നമ്മൾ വരുത്തരുത്. ഓക്കെ, ഒരാൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 1.5-2 മിനിറ്റ് കൂടെ തരാം, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാം. ഒരു മിനിറ്റ് മതിയാവും. നമ്മൾ ഇതൊന്നും എഴുതുന്നൊന്നുമില്ലല്ലോ. A1 B2 അങ്ങനെയല്ലേ എഴുതുന്നുള്ളൂ. ഇത്ര സമയം തന്നെ അധികമാണ്. ഓക്കെ, ഇത് മതി. നിങ്ങൾ പറ്റുന്നവരെല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒരുമിച്ച് പറഞ്ഞേ. ഓക്കെ, ഒരുമിച്ച് എങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒന്ന് കേട്ടും പഠിക്കാൻ, നമ്മൾ പറയുമ്പോഴും കുറച്ചുകൂടെ മൈൻഡിൽ ഫീഡ് ആവും. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ. എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഫെയ്റ്റ്. ആരായാള്? ആ വേർഡ് തന്നെ ഉണ്ട്. ഫെയ്റ്റലിസ്റ്റ് എന്നാട്ടോ. കറക്റ്റ് ആണ്. അടുത്ത എ സ്പീച്ച് ഡെലിവേർഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. Extemper. Correct. A person who knows many languages. ആരാ? Polyglot. അടുത്ത a book written about someone's life by another person. ബയോഗ്രഫി. അയാൾ തന്നെ എഴുതുവാണെങ്കിൽ ഓട്ടോബയോഗ്രഫി. കറക്റ്റ്. അടുത്ത a person who does not believe in God. Atheist. Government run by a single ruler. Autocracy. Government run by rich. Plutocracy. A place where birds are kept. ഏതായിരുന്നു? Aviary. Aviary. The person who is unable to sleep. Insomnia. The person who walks in sleep. എന്തായിരുന്നു? Somnambulist. ഉറക്കത്തിൽ നടക്കുന്ന ആള്. A person who talks in his sleep. ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളാരാ? സോംനിലോക്വിസ്റ്റ്. സോംനി ചേർത്ത് വരുന്നതെല്ലാം ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 2-3 ഇഡിയംസ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. എന്തായിരുന്നു? Irregular. Enough rope. Enough freedom. Correct. Face the music എന്ന് പറഞ്ഞാൽ Option 1 get വഴക്ക് കേൾക്കാം. Get reprimanded. ഓക്കെ, അപ്പൊ ഇതേപോലെ എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട്. കൊള്ളാം, എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാം. നമുക്ക് ഞാൻ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഒരു കുറേ വൊക്കാബുലറീസ് തരാം എല്ലാത്തിനും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിന്നെങ്കിലും, ഇപ്പം നമുക്ക് വൊക്കാബുലറീസ് പഠിക്കുമ്പോൾ സിനോണിംസ് ഉണ്ട്,
ഇഡിയംസ് ഉണ്ട്, വൺ വേർഡ്സ് ഉണ്ട്, ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫോറിൻ വേർഡ്സ് പഠിക്കാനുണ്ട്. അതൊക്കെ വരും. അതൊക്കെ നമുക്ക് ഇനി എടുത്ത് തുടങ്ങണം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം ഇതിൽ നിന്ന് എല്ലാത്തിനും കൂടെ 20 വേർഡ്സ് വെച്ചിട്ട് ദിവസവും പഠിക്കണം. 20 വേർഡ്സ് അതിന്റെ അർത്ഥം ദിവസവും പഠിക്കണം, 20 വേർഡ്സ് വെച്ചിട്ട്. അപ്പം നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും 20 വേർഡ്സ് വെച്ച് പഠിക്കുക. ആഴ്ചയിൽ ഒന്ന് അതെല്ലാം കൂടെ റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു നല്ല ക്വാണ്ടിറ്റി വൊക്കാബുലറി നമ്മുടെ കയ്യിൽ വരും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഷീറ്റ് ഞാൻ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ന് നമ്മൾ മൊഡാൽസ് 5 കണ്ടു. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച വൊക്കാബുലറീസ് റിവൈസ് ചെയ്തു. അടുത്ത ക്ലാസ്സസിൽ നമുക്ക് കൂടുതൽ വൊക്കാബുലറീസ് പഠിക്കണം. അതേപോലെ തന്നെ ഗ്രാമർ പാർട്ട് നമുക്ക് തീർക്കാനുണ്ട്. എല്ലാം നമ്മുടെ സിലബസ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. മൊഡാൽസ് ഒക്കെ നമ്മുടെ സിലബസിലുള്ളത് അതിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ് എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir.